ഡെവിൽ ലവ് ഭാഗം 27. ആരാ നിങ്ങൾ? ഇഷാനി വീണ്ടും ചോദിച്ചു. ഞാൻ ആരായെന്ന് അത് ഇപ്പോൾ നീ അറിയാതെ കാര്യമില്ല ഇഷാനി. എന്നാലും ഒരു കാര്യം പറയുന്നു, എനിക്ക് നല്ലോണം അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇതെല്ലാം കേട്ട് ഇഷാനി ആര്? അവൾ മനസ്സിൽ ചോദിച്ചു. അല്ല ഇഷാനി, ഒരു ഫയൽ കാണാതെ തന്നെയാണോ അർജുൻ എന്നെ അത്രയൊക്കെ പറഞ്ഞത്? അവരുടെ സംസാരത്തിൽ പരിഹാസം കലർന്നിരുന്നു എന്ന് ഇഷാനിക്ക് തോന്നി. ആരാ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ അറിയാം? ഇഷാനി ചോദിച്ചു. എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇഷാനി, നിനക്ക് എന്നെയും അത്രമാത്രം നീ ഇപ്പോൾ അറിഞ്ഞാൽ മതി. നിന്നെ ഇത്ര വിശ്വാസമില്ലാത്ത ആളെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്ന ഇഷാനി? നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ നിന്നെ തല്ലിപ്പറയും, അത് നീ ഓർത്തു വെച്ചോ. ഷട്ടപ്പ്, ഇഷാനി പെട്ടെന്ന് പറഞ്ഞു. ഓ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ ഞാൻ അർജുനെ കുറിച്ച് പറഞ്ഞത്? നിങ്ങളൊന്ന് ഫോൺ വെച്ച് പോയേ, ഇനി മേലല്ല എന്നെ വിളിച്ചു പോവരുത്. അതും പറഞ്ഞ് ഇഷാനി ഫോൺ വെച്ചു ദേഷ്യത്തിൽ. എന്നാലും ആരാത്? എല്ലാ കാര്യങ്ങളും അറിയുന്ന ആരോ ആണ്. ആരായിരിക്കും അത്? തൊട്ടടുത്ത നിമിഷം ദേവുവിൻ്റെ കോൾ അവളെ തേടി വന്നു. ഹലോ ദേവു, എൻ്റെ ഇഷ്യൂ, നീ ഇതെവിടെയാ? ഫ്ലൈറ്റിലുണ്ട്, അവൾ പറഞ്ഞു. തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഓക്കെ. നിന്നെ അർജുൻ സാർ അന്വേഷിച്ചു. എന്തിന്? ബാക്കി ചീത്ത വിളിക്കാനാവുമല്ലേ? നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് പറയാൻ. ഇത് കേട്ട് ഇഷാൻ ഫോൺ കട്ടാക്കി. ഇതേ സമയം ഇഷാനിയുടെ മനസ്സിൽ നേരത്തെ വന്ന കോളായിരുന്നു. അത് അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി. എന്നാലും ആരായിരിക്കും അത്? സർ, അവൾ വല്ലാത്ത ദേഷ്യത്തിലാണ് തോന്നുന്നു. അത് കേട്ടതും അർജുനൊന്നും മിണ്ടാതെ ഓഫീസിൻ്റെ അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ കുറച്ച് നിമിഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഇഷാനിയുടെ ക്യാബിൽ നിന്ന് വന്നതും അവൻ തൻ്റെ ലാപ്പിൽ കാണുന്ന CCTVയിൽ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് കണ്ടു. ഇഷാനി ഫയൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച് ലോക്കർ പൂട്ടുന്നത് അതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അവൾ കീ ബാഗിൽ വെച്ച് ക്യാബിനിൽ നിന്ന് പുറത്തു പോയി. പിന്നെ അവിടേക്ക് ദേ കയറി വരുന്നതും ഇഷാനിയുടെ ബാഗിൽ നിന്ന് കീ എടുത്ത് ലോക്കർ തുറക്കുന്നതും ഫയൽ എടുത്ത് മാറ്റുന്നതും വ്യക്തമാണ്. അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അർജുൻ പിന്നീടുള്ള ദൃശ്യങ്ങൾ സൂക്ഷ്മമായി നോക്കി. പിന്നീട് ഇഷാനിയെ കാണുമ്പോഴെല്ലാം ദിയയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ദിയ, ഒരിക്കൽ നീ കാരണം എൻ്റെ പെണ്ണ് ഒരുപാട് വേദനിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നീ കാരണം വീണ്ടും അവൾ വേദനിക്കുന്നത് അന്ന് ഞാൻ ക്ഷമിച്ചതുപോലെ ഇനി ഉണ്ടാവില്ല. അവൻ ഇഷാനി ഫയൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ദിവസത്തെ CCTV ഫുട്ടേജ് ഒന്നും കൂടി നോക്കി. അതിനുശേഷം അവൻ ഇന്നത്തെ വിഷ്വൽസ് നോക്കി. അതിൽ ഇഷാനി വന്നത് മുതൽ ദിയയുടെ മുഖത്ത് പുച്ഛം അർജുൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒടുവിൽ താൻ ഇഷാനിയെ വഴക്കു പറയുന്ന സീനിൽ ദിയയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. അവൾ അവിടെ നിന്ന് പോയി. അടുത്ത നിമിഷം അവൾ ആരെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നു. അവൻ ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നു. അവൻ്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. ദിയ അവൻ്റെ ചുണ്ട് മന്ത്രിച്ചു. അർജുൻ ഒന്നും അറിയാത്ത പോലെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി. അവൻ നേരെ പോയത് ഇഷുവിൻ്റെ ഫ്ലാറ്റിലേക്കാണ്. അവൻ കോളിംഗ് ബെൽ അടിച്ചു. ഡോർ തുറക്കാനായി വെയിറ്റ് ചെയ്തു. ഡോർ ബെൽ കേട്ടാണ് ഇഷാനി എഴുന്നേൽക്കുന്നത്. എന്തെല്ലാം ആലോചിച്ചു. അവൾ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് ഇഷാനിയുടെ മുഖം വീർത്തു. അവൾ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അവൻ്റെ ചുണ്ടിൽ ചെറിയ ചിരി വിരിഞ്ഞു. ആനി, അവൾ വിളിച്ചു. അവൾ നോക്കിയില്ല. ആനി, അവൾ വീണ്ടും വിളിച്ചു. അവൾ ആനി എന്ന് വിളിച്ചിട്ടൊന്നും വിളിക്കേൽക്കാത്തത് കണ്ടപ്പോൾ അവൻ അവൾക്ക് മുന്നിൽ കയറി നിന്നു. എന്താ ആനി വിളിച്ചിട്ട് മിണ്ടാത്തത്? ഞാൻ ആരുടെയും ആനിയൊന്നുമല്ല. എൻ്റെ പേര് ഇഷാനി എന്നാ. സാർ അങ്ങനെ വിളിച്ചാൽ മതി. അവളുടെ പറച്ചിലിൽ പരിഭവമുണ്ടായിരുന്നു. അത് അവന് നല്ലപോലെ മനസ്സിലായി. അവൻ ചിരിച്ചു. അവൻ്റെ ചിരി കണ്ടതും അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു. നിൻ്റെ പേര് ഇഷാനിയാണെങ്കിലും നീ എൻ്റെ ആനിയില്ലേ? എൻ്റെ മാത്രം ആനി. അത് കേട്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും അത് മറച്ചു പിടിച്ച് ഗൗരവം അണിഞ്ഞു. ഇന്ന് ഓഫീസിൽ വെച്ച് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതിന് ഒത്തിരി വഴക്ക് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഫയൽ ഞാൻ ലോക്കറിൽ വെച്ചെന്ന്. എന്നിട്ടും എന്നെ വിശ്വസിച്ചില്ലല്ലോ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി. കണ്ണു നിറഞ്ഞു. ആര് പറഞ്ഞു എനിക്കെൻ്റെ അനിയെ വിശ്വാസമില്ല എന്ന്? അവനെ അത് പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി. ചുമ്മാ പറയാം, എനിക്കറിയാം. ചുമ്മാ പറയാം. എന്നിട്ടാണോ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞത്? ആനി, അർജുൻ അവൾക്ക് നേരെ നിർത്തി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നീ. എനിക്ക് നിന്നെ വിശ്വാസമാണ് ആനി. അങ്ങനെ വിശ്വാസമില്ലായിരുന്നെങ്കിൽ നീ ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. ഇഷു അവനെ നോക്കി. ഇതൊരു ട്രാപ്പാണ് ആനി, അതിന് എനിക്ക് മനസ്സിലായി. ഇഷു ഞെട്ടി അവനെ നോക്കി. നമ്മളെ തെറ്റിക്കാനാണ്. ആര്? ദിയ. പിന്നെ അവൻ പറഞ്ഞു CCTVയുടെ അവൻ കണ്ട കാര്യങ്ങൾ. ദിയാണ് ഫയൽ മാറ്റിയത്. അർജുൻ പറഞ്ഞു. എന്തിന്? അത് കൃത്യമായി പറഞ്ഞാൽ എനിക്കറിയില്ല ആനി. ബട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സാർ ദിയോട് ചോദിച്ചോ? എന്നിട്ട് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതായിനി എന്നെ സാറിന് വിളിക്കരുതെന്ന്?
യേശു ചിരിച്ചു. പിന്നെ അർജുനൻ നേരെ നിന്നു. അവൻ്റെ മുഖത്ത് നോക്കി. സർ പറ. എന്നിട്ട് സർ ദിയോട് ചോദിച്ചോ? ഇല്ല, എനിക്ക് തോന്നുന്നു അവൾ നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്തിന്? ഇഷാനി ചോദിച്ച്. അത് കണ്ടെത്തണം. ഇഷാനി അവനെ നോക്കി. അവളുടെ മുന്നിൽ തൊട്ടടുത്ത നിമിഷം ആ കോളിനെ കുറിച്ച് ഓർമ്മ വന്നു. അവളുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി. അർജുനോട് ഇത് ഇപ്പോൾ പറയണോ വേണ്ടോ എന്ന് ചിന്തിച്ചു. അവളുടെ ചിന്ത കണ്ടതും അർജുൻ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി അവളെ നോക്കി. എന്ത് പറ്റിയാനി? ഒന്നുമില്ല, ഞാൻ കുറിച്ച് ചിന്തിച്ചതാ. സർ, ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ ഇനി പ്രശ്നമാവില്ലേ? ഇല്ല, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ അവിടെ മൗനം പരന്നു. എന്താ ഇനി വീട്ടിൽ വരുന്നവർക്ക് കുടിക്കാൻ ഒന്നും നൽകില്ലേ? അർജുൻ കുസൃതി നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു. ഇഷാനി അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടി? അവൻ ചിരിയോടെ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് നടന്നു. നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ചായ, കോഫി, ജ്യൂസ്, എന്ത് വേണം? അവൾ കെറുവോടെ ചോദിച്ചു. എനിക്കൊരു ഗ്ലാസ് കോഫി മതി. അവളൊന്നും പറയാതെ അടുക്കളയിൽ പോയി. അവൻ അവളുടെ പോക്ക് നോക്കി ചിരിച്ചു. അവൾ പോയതും അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. പിന്നെ ഒരു നമ്പറിലേക്ക് വിളിച്ചു. എന്തൊക്കെയോ പറഞ്ഞു. ഇന്ന് തന്നെ വേണം ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്യാം, അർജുൻ പറഞ്ഞു. ഓക്കെ സർ. പിന്നെ ഫോൺ കട്ടാക്കി. തൊട്ടടുത്ത നിമിഷം അർജുൻ ദിയയുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഇഷു അവന് കോഫിയായി ബാൽക്കണിയിലേക്ക് നടന്നു. ദാ കോഫി. ആ സമയം അവൻ ബാൽക്കണിയിൽ ഉള്ള ചെയറിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ മുഖം ഇപ്പോഴും വീർത്തിട്ടുണ്ട്. അവൻ അതൊന്ന് നോക്കി. കോഫി വാങ്ങുന്നതിൻ്റെ ഇടയിൽ അവളുടെ മുഖത്തൊരു കുത്തു കൊടുത്തു. അവൾ കോർപ്പിച്ച് അവനെ നോക്കി പിന്തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ മടിയിലേക്ക് വീണു. അവൾ നീട്ടി മുഖമുയർത്തി നോക്കി. അവൻ ചിരിയോടെ ഇരിക്കുന്നു. എന്ത് പറ്റിയാനി? ഇപ്പോഴും പിണക്കം മാറിയില്ല നിൻ്റെ? അവളൊന്നും പറഞ്ഞില്ല. സോറിടാ, ഇനി ഞാൻ അങ്ങനെ നിന്നോട് ഷൗട്ട് ചെയ്യില്ല. സോറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആനി? ഇത്തവണ അവൻ്റെ ശബ്ദത്തിൽ വിഷമം നിറഞ്ഞു. സാരമില്ല, ഇനി ഇങ്ങനെ ചെയ്യരുത്. ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. അവൻ ചിരിച്ചു. ഇല്ല, ഇനി ഒരിക്കലും